എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും VPK ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആന്റണിംസ് ആണ്. PYQ ആന്റണിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വേർഡ് ക്ലിയർ ആണ്. ക്ലിയറിന്റെ ആന്റണിം എന്താ? വേഗ് ആണ്. ഓക്കെ. അപ്പോൾ ക്ലിയർ എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായിട്ടുള്ള അല്ലെ? അതിന്റെ ആന്റണിം എന്താണ്? വേഗ്. അത്ര വ്യക്തമല്ലാത്ത ഓക്കെ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അടുത്ത ഫ്രാഗ്രൻസ് ആണ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഗന്ധം അല്ലെ? പൂവിന്റെ ഒക്കെ ഫ്രാഗ്രൻസ് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ പെർഫ്യൂമിന്റെ അല്ലെ നല്ലൊരു സുഗന്ധത്തെയാണ് നമ്മൾ ഫ്രാഗ്രൻസ് എന്ന് പറയാ. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് സ്റ്റിങ്ക് അതേപോലെ തന്നെ സ്റ്റെഞ്ച് ആണ്. നിങ്ങളിത് ബൈ ഹാർട്ട് പഠിക്കരുത് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള വേർഡിന്റെ മീനിങ് പഠിച്ചിട്ട് പോവാ. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഓപ്ഷനിൽ ഇതിന്റെ മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്റ്റിങ്ക് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം, അതേപോലെ തന്നെ സ്റ്റെഞ്ച് എന്ന് പറഞ്ഞാൽ ദുർഗന്ധമുള്ള എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ സ്റ്റിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സിങ്ക് ആലോചിക്കാം. സിങ്കിൽ കുറച്ച് ദുർഗന്ധമാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അതേപോലെ തന്നെ സ്റ്റെഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ബെഞ്ചൊക്കെ ഓർക്കാം അല്ലെ? ബെഞ്ചിൽ ഫുഡൊക്കെ വെച്ച് കഴിച്ച് കഴിയുമ്പോൾ ഒരു ദുർഗന്ധം വരും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, നമ്മുടെ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം നമ്മൾ ക്യാപ്സ്യൂൾ ഫോമിൽ കവർ ചെയ്യുന്ന ഒരു 10 ഡേയ്സിന്റെ കോഴ്സാണ് കേട്ടോ. 10 ഡേയ്സിന് 10 അവേഴ്സ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ 10 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുൾ ഇംഗ്ലീഷ് ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 99 റുപ്പീസ് ആണ്. ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ലൈവ് ക്ലാസ്സിന് ശേഷം അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ റെക്കോർഡഡ് ആയിട്ട് കാണേണ്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടും കാണാം. സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. PDF നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. അപ്പൊ ഫ്രാഗ്രൻസിന്റെ ആന്റണിം എന്താണ്? സ്റ്റിങ്കും സ്റ്റെഞ്ചും. എപ്പിയറിന്റെ ഡിസപ്പിയർ. എപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക. ആന്റണിം വരുന്നത് ഡിസപ്പിയർ ആണ്. അടുത്ത ഡിപ്പാർട്ട്, അറൈവ്. ഇതൊക്കെ അറിയായിരിക്കുമല്ലോ. എത്തിച്ചേരുക. അറൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ഡിപ്പാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുന്ന് പോവുക അല്ലെ? അപ്പൊ ഡിപ്പാർട്ട്, അറൈവ് ആണ് ആന്റണിം ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്പോസിറ്റ്. ഷാലോ, ഡീപ്പ് ആണ്. ഡീപ്പ് എന്ന് ഷാലോ എന്ന് പറഞ്ഞാൽ അധികം ഡെപ്ത് ഇല്ലാത്ത, അധികം ആഴമില്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഷാലോ ആയി കേട്ടോ. അപ്പൊ ഷാലോ എന്ന് പറഞ്ഞാൽ അധികം ആഴമില്ലാത്ത എന്നുള്ളൊരു മീനിങ് ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഡീപ്പ് ആണ് കേട്ടോ. ഡീപ്പ്. അടുത്ത് നോക്കാം സൊവറിൻ. സൊവറിന്റെ ആന്റണിം എന്താണ്? സബോർഡിനേറ്റ് ആണ്. സൊവറിൻ എന്ന് പറഞ്ഞാൽ എന്താ? സർവാധികാരിയായിട്ടുള്ള ഓക്കെ, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രധാനിയായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. സുപ്രീം ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ് സൊവറിൻ. ആന്റണിം സബോർഡിനേറ്റ്. സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സബോർഡിനേറ്റ് ക്ലോസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും അല്ലെ? അപ്പൊ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിലുള്ള കേട്ടോ, കീഴിലുള്ള എന്നുള്ളൊരു മീനിങ് ആണ് സബോർഡിനേറ്റ്. നെക്സ്റ്റ് വേർഡ് അട്രാക്ട്. അട്രാക്ടിന്റെ ആന്റണിം റിപ്പൽ അറിയാലോ അല്ലെ? അതേപോലെ തന്നെ ഹിൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലോക്ക് ചെയ്യുക അല്ലെ? ഹിൻഡർ. ഹിൻഡർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആൻസർ ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഹെൽപ്പ് ചെയ്യുക കേട്ടോ. ഹിൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഹെൽപ്പ് ആണ്. ഫ്രീഡം ആന്റണിം എന്താ? റെസ്ട്രിക്ഷൻ ആണ്. റെസ്ട്രിക്ട് ചെയ്യുക അല്ലെ? ഫ്രീഡത്തിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒബ്സ്ക്വയർ. ഒബ്സ്ക്വയറിന്റെ ആന്റണിം ഫേമസ് ആണ്. ഒബ്സ്ക്വയർ എന്ന് പറഞ്ഞാൽ അധികം അറിയാത്ത അല്ലെങ്കിൽ അധികം വ്യക്തമല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഒബ്സ്ക്വയർ എന്ന് പറയുന്നത്. അതിന്റെ ആന്റണിം എന്താണ്? ഫേമസ് ആണ് കേട്ടോ. അപ്പൊ ഈ 10 വേർഡ്സ് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. ക്ലിയറിന്റെ ആന്റണിം വേഗ് ആണ്. ഫ്രാഗ്രൻസിന്റെ ആന്റണിം സ്റ്റിങ്കും അതേപോലെ തന്നെ സ്റ്റെഞ്ച്. എപ്പിയർ ആണെങ്കിൽ ഡിസപ്പിയർ. ഡിപ്പാർട്ട് ആണെങ്കിൽ അറൈവ്. ഷാലോ, ഡീപ്പ്. സൊവറിൻ, സബോർഡിനേറ്റ്. അട്രാക്ട്, റിപ്പൽ. ഹിൻഡർ, ഹെൽപ്പ്. ഫ്രീഡം, റെസ്ട്രിക്ഷൻ. ഒബ്സ്ക്വയറിന് ഫേമസ് ആണ്. ഇനി അതേപോലെ അടുത്ത വേർഡ് നോക്കാം. പാങ്. പാങ് എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള, സാഡ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് പാങ്. ഓക്കെ. അതിന്റെ ആന്റണിം എന്താ? റിലീഫ് ആണ്. റിലീഫ് കിട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പൊ നല്ല വിഷമിച്ചിരിക്കുക. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഒരു റിലീഫ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഡിക്ലൈൻ ഉണ്ട്. ഡിക്ലൈൻ്റെ ആന്റണിം അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക അല്ലെ? ഡിക്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കുക. അപ്പോൾ ഡിക്ലൈൻ്റെ ആന്റണിം വരുന്നത് എന്താണ്? അക്സെപ്റ്റ്. പ്രോപ്പറിന്റെ ഇംപ്രോപ്പർ ആണ്. പ്രോപ്പറിന്റെ ആന്റണിം എന്താണ്? ഇംപ്രോപ്പർ. ബോൾഡ്. ബോൾഡിന്റെ ആന്റണിം എന്താ? ടിമിഡ് ആണ്. അപ്പോൾ ടിമിഡ് എന്ന് പറഞ്ഞാൽ ഭീരുവായിട്ടുള്ള, അത്ര ധൈര്യശാലി അല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ടിമിഡ്. ഓക്കെ. ഏതാണ്ട് ഒരു മിഡിൽ സ്റ്റാൻഡിൽ നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. അവരെന്തെങ്കിലും ഒരു ഫൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഏതാണ്ട് മിഡിൽ സ്റ്റാൻഡിൽ നിൽക്കും. അവരത്ര ധൈര്യശാലി അല്ല, ഭീരുവാണെന്നുള്ള രീതിയിൽ നമുക്ക് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ടിമിഡ് എന്ന് പറഞ്ഞാൽ അത്ര കറേജിയസ് അല്ലാത്ത ഒരാളെയാണ് നമ്മൾ ടിമിഡ് എന്ന് പറയാം.
അപ്പോൾ ഇതിന്റെ ആന്റണിം എന്താണ്? ബോൾഡ് അല്ലെ? അപ്പൊ ബോൾഡിന്റെ ആന്റണിം എന്താണ്? ടിമിഡ് ആണ്. അടുത്ത് നോക്കാം, കൺഫെസ് ചെയ്യുക, ഏറ്റു പറയുക അല്ലെ? ആന്റണിം ആയിട്ട് വരുന്നത് ഡിനൈ ചെയ്യുക. ഓക്കെ, അതായത് വേണ്ടാന്ന് വെക്കുക, ഡിനൈ ചെയ്യുക. കൺഫെസിന്റെ ആന്റണിം എന്താണ്? ഡിനൈ ആണ്. സ്കേർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ടേജ് ആണ്, അധികം ഇല്ലാത്ത. സ്കേർസിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ സ്കേർസ്. അപ്പൊ അതിന്റെ ആന്റണിം എന്താ? ധാരാളമുള്ള, പ്ലെന്റിഫുൾ എന്നൊക്കെ മീനിങ് വരുന്ന അബണ്ടന്റ് ആണ്. ഓക്കെ, അബണ്ടന്റ് എന്നുള്ളതാണ് സ്കേർസിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത വേർഡ് നോക്കാം, ഹാസ്റ്റൺ. ഹാസ്റ്റൺ എന്ന് പറഞ്ഞാൽ വളരെ ദ്രുതഗതിയിലുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, ഫാസ്റ്റ് പോലെയൊക്കെ ഓർക്കാം അല്ലെ? അപ്പൊ ഹാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള. ആന്റണിം എന്താ? ഡിലേ ആണ്, ഡിലേ ചെയ്യിപ്പിക്കുക അല്ലെ? ഇനി എജൈൽ എന്ന് പറഞ്ഞാൽ വളരെ ചുറുചുറുക്കുള്ള, വളരെ ക്വിക്ക് ആയിട്ടുള്ള കേട്ടോ, വളരെ ക്വിക്ക് എന്നുള്ളൊരു മീനിങ് ആണ് എജൈൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജയിലൊക്കെ വളരെ ക്വിക്ക് ആയിട്ടൊക്കെ ചാടി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ഓക്കെ, എജൈൽ എന്ന് പറഞ്ഞാൽ നല്ല ചുറുചുറുക്കുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. സ്ലഗിഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കേട്ടോ, മടിയനായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് സ്ലഗിഷ്. ഓക്കെ, അലസമായിട്ടുള്ള. ഓക്കെ, അപ്പൊ എജൈൽ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കുക. എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ക്വിക്ക് ആയിട്ടുള്ള, ജയിലൊക്കെ നല്ല ക്വിക്ക് ആയിട്ട് ചാടി എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത എബൈഡ്. എബൈഡ് എന്ന് പറഞ്ഞാൽ ഒബേ ചെയ്യുക അല്ലെ? ഒബേ ചെയ്യുക, റൂൾസുകളൊക്കെ എബൈഡ് ചെയ്യാൻ പറയില്ലേ? അപ്പൊ ഒബേ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് എബൈഡ്. ആന്റണിം ആയിട്ട് വരുന്നത് ഒബേ ചെയ്യാണ്ട് പോവുക, വെക്കേറ്റ് ചെയ്യുക. ഓക്കെ, വെക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വേർഡ് നോക്കാം, ഡിഷവെൽഡ്. ഡിഷവെൽഡ് എന്ന് പറഞ്ഞാൽ അൺടൈഡി ആയിട്ടുള്ള, നീറ്റ് അല്ലാണ്ട്. ആന്റണിം ആയിട്ട് വരുന്നത് ടൈഡി ആണ്, ഡിഷവെൽഡ്. നമ്മൾ ഈ ഡിഷൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ അൺടൈഡി ആയിട്ടൊക്കെ അവിടെ ഇവിടേക്ക് ഇടും എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ ഡിഷവെൽഡ് എന്ന് പറയുമ്പോൾ അൺടൈഡി ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ടൈഡി ആണ്, വളരെ നീറ്റ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. ഇത്ര ഓക്കെ ആണോ? നമുക്കൊന്നും കൂടെ നോക്കാം അല്ലെ? അപ്പോൾ പാങ്ങിന്റെ ആന്റണിം റിലീഫ് ആണ്, ഡിക്ലൈനിന്റെ ആന്റണിം അക്സെപ്റ്റ്, പ്രോപ്പർ ഇംപ്രോപ്പർ, ബോൾഡ് ടിമിഡ്, കൺഫെസ് ചെയ്യുക, ഡിനൈ ചെയ്യുക, സ്കെയർസിന്റെ ആണെങ്കിൽ അബണ്ടന്റ്, ഹാസ്റ്റൺ ഡിലേ, എജൈൽ സ്ലഗിഷ്, എബൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒബേ ചെയ്യുക, ആന്റണിം വെക്കേറ്റ് ആണ്, ഡിഷബിൾഡ് എന്ന് പറഞ്ഞാൽ അൺടൈഡി, ആന്റണിം ടൈഡി ആണ്. അപ്പൊ 20 വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത വേർഡ് നോക്കാം, സെറിമോണിയൽ. സെറിമോണിയൽ എന്ന് പറഞ്ഞാൽ വളരെ ആഡംബരമായിട്ടുള്ള, സെറിമോണിയൽ ഒരു സെറിമണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അതേപോലെ സെറിമോണിയൽ ആഡംബരമായിട്ടുള്ള. ആന്റണിം ഇൻഫോർമൽ. ഓക്കെ, ഇൻഫോർമൽ ആയിട്ടൊക്കെ സംസാരിക്കാന്ന് പറയില്ലേ, ആഡംബരം ഒന്നും കാണിക്കാണ്ട് നമ്മൾ എങ്ങനെയാണോ അതേപോലെ ഇൻഫോർമൽ ആയിട്ട്, ഫോർമാലിറ്റി ഒന്നും കാണിക്കാണ്ട്. അപ്പൊ സെറിമോണിയലിന്റെ ആന്റണിം ഇസ് ഇൻഫോർമൽ. ഫോർബിഡ് എന്ന് പറഞ്ഞാൽ എലൗ ചെയ്യാത്ത കേട്ടോ. അപ്പോൾ അതിന്റെ ആന്റണിം എന്താണ്? എലൗ എന്നുള്ളതാണ് കേട്ടോ. ഫോർബിഡ് എന്ന് പറഞ്ഞാൽ നിരോധിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. എലൗ ചെയ്യാത്ത, നിരോധിക്കുക, തടയുക. ആന്റണിം എലൗ ആണ്. സ്കേർസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഷോർട്ടേജ് എന്നുള്ളതാണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് കോപ്പിയസ്നെസ് ആണ്. കോപ്പിയസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ്, ധാരാളം. ഓക്കെ, അബണ്ടന്റ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ ഒരു മീനിങ് ആണ് കോപ്പിയസ്നെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആലോചിക്കാം, നമ്മൾ ഇപ്പോ ധാരാളം കോപ്പീസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഓർക്കാം. ഇപ്പൊ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്തിട്ട് ധാരാളം കോപ്പീസ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർക്കാം. അപ്പൊ കോപ്പിയസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇനി ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ലാത്ത എന്നുള്ളൊരു മീനിങ് ആണ് ഡെലിക്കേറ്റ്. ആന്റണിം ആയിട്ട് വരുന്നത് എന്താണ്? സ്ട്രോങ് ആണ് കേട്ടോ. അപ്പൊ ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നിനെയാണ് നമ്മൾ ഡെലിക്കേറ്റ് എന്ന് പറയുക. ഓക്കെ, ബാരൺ എന്ന് പറഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള. ഓക്കെ, ബാരൺ എന്ന് പറഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള. അതിന്റെ ആന്റണിം എന്താണ്? പ്രൊഡക്റ്റീവ് ആണ് കേട്ടോ. ബാരൺ എന്ന് പറഞ്ഞാൽ തരിശായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. കായ്ക്കാത്ത, തരിശായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. അങ്ങനെയുള്ള ബാരൺ ലാൻഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അങ്ങനെയുള്ള ലാൻഡ് ഒക്കെ നമുക്ക് ഭാരമായിരിക്കും എന്ന് ഓർത്തു വയ്ക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് തരിശായിട്ടുള്ള, തരിശു നിലം എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. ആന്റണിം പ്രൊഡക്റ്റീവ് ആണ്. കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യുക അല്ലെ. കൺസീൽ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യുക. ആന്റണിം എന്താണ്? റിവീൽ ചെയ്യുക. റിവീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കുക, റിവീൽ ചെയ്യുക. ഓക്കെ, അപ്പോ റിവീൽ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക, രഹസ്യമൊക്കെ നമ്മൾ റിവീൽ ചെയ്തു എന്നൊക്കെ പറയില്ലേ, സീക്രറ്റ് ഒക്കെ റിവീൽ ചെയ്തു, രഹസ്യം പുറത്തു വിടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കാം, ക്ലംസി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലംസി എന്ന് പറഞ്ഞാൽ വിരൂപമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ക്ലംസി കേട്ടോ. ക്ലംസി എന്ന് പറഞ്ഞാൽ വിരൂപമായിട്ടുള്ള. ആന്റണിം ആയിട്ട് വരുന്നത് ഗ്രേസ്ഫുൾ ആണ്, നല്ല ഭംഗിയുള്ള, മനോഹരമായിട്ടുള്ള എന്നൊരു മീനിങ് ആണ് ഗ്രേസ്ഫുൾ.
മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ലെസൺ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. കുറയ്ക്കുക, ലെസൺ. ഓക്കെ, ഗേറ്റിന്റെ അവിടെ പോയിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് കുറഞ്ഞു എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. മിറ്റിഗേറ്റ്. ഓക്കെ, മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കേട്ടോ. ഗേറ്റിന്റെ അവിടെ പോയിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് കുറഞ്ഞു എന്നുള്ള രീതിയിൽ ഓർക്കുക. അഗ്രവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചും കൂടെ രൂക്ഷമാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അഗ്രവേറ്റ്, അല്ലെ? ഒരു ഇഷ്യൂ അഗ്രവേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ രൂക്ഷമാക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് അഗ്രവേറ്റ് കേട്ടോ. മോഡസ്റ്റ്. മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാന്നൊക്കെ പറയില്ലേ? മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടക്കമുള്ള അല്ലെങ്കിൽ നല്ല മര്യാദ, നല്ല വിനയം എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഒതുക്കമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് മോഡസ്റ്റ്. അതിന്റെ ആന്റണിയം ആയിട്ട് പറയുന്നത് ഇമ്മോഡസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വേർഡ്സ് ഒന്നും കൂടെ നോക്കാം. സെറിമോണിയലിന്റെ ഇൻഫോർമൽ, ഫോർബിഡ് എലൗ, സ്കേർസിറ്റി കോപ്പിയസ്നെസ്, ഡെലിക്കേറ്റ് സ്ട്രോങ്, ബാരൻ പ്രൊഡക്റ്റീവ്, കൺസീൽ റിവീൽ, ക്ലംസി ഗ്രേസ്ഫുൾ, മിറ്റിഗേറ്റ് അഗ്രവേറ്റ്, മോഡസ്റ്റ് ഇമ്മോഡസ്റ്റ്. ഇനി ബെനവലന്റ് എന്ന് പറഞ്ഞാൽ ബെനവലന്റ് അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് മെലവലന്റ് ആണ്. ഓക്കെ, ബെനവലന്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്താ ദയയുള്ള അല്ലെങ്കിൽ നല്ല കൃപയുള്ള ദയയുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ബെനവലന്റ്. മെലവലന്റ് എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള. ഓക്കെ, നമ്മൾ ഈ മാൽ പ്രാക്ടീസ് എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ മാൽ പ്രാക്ടീസ് പോലെ തന്നെ മെലവലന്റ് എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്ടതയുള്ള അല്ലെങ്കിൽ ഭയങ്കര റോങ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് മെലവലന്റ്. അപ്പൊ മാൽ പ്രാക്ടീസ് പോലെ ഓർത്ത് വയ്ക്കാം, ഒരു നെഗറ്റീവ് സെൻസിലാണ് പറയുന്നത്. സെനിത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉയർച്ചയുടെ ഏറ്റവും പീക്ക് പോയിന്റിനെയാണ് സെനിത്ത് എന്ന് പറയാ. ഓക്കെ, എ തൊട്ട് ഇസഡ് വരെ നോക്കുമ്പോൾ ഇസഡ് എന്നുള്ളത് ഏറ്റവും പീക്കായിട്ട് എത്തി എന്നുള്ള രീതിയിൽ ഓർക്കാം. എന്ന് തുടങ്ങി ഇസഡിലോട്ട് എത്തി. അപ്പോൾ ഇസഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പീക്ക് പോയിന്റ് ആണ്. നാദിർ എന്ന് പറഞ്ഞാൽ ഒരു താഴ്ചയുടെ ഏറ്റവും പീക്ക് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? നാദിർ എന്ന് പറയാ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, സെനത്തിന്റെ ആന്റണിയം എന്താണ്? നാദിർ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ 30 വേർഡ്സുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള 99 റുപ്പീസിന്റെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. മൊത്തത്തിൽ ഇംഗ്ലീഷ് നമുക്ക് 10 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.